ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. റബ്ബേ, ഇന്ന് ഈ നേരം വെളുത്തിട്ട് നിനക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട മജ്‌ലിസിൽ ഏറ്റവും മോശപ്പെട്ടവർ ഞങ്ങളായിരിക്കാം റബ്ബേ. പക്ഷേ നീ ഞങ്ങൾക്കും എത്ര മോശപ്പെട്ടവനെ പുറത്തു തരുന്നു. എന്നത് മാത്രമാണ് വീണ്ടും വീണ്ടും നിന്നിൽ കൈകൃത്യം ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് പുറത്ത് കിട്ടൂല എന്നറിയാം. ഞങ്ങൾ അതിന് മാത്രം ദോഷിയാണ്. ഞങ്ങളുടെ സകല പ്രശ്നങ്ങളും നീ ഏറ്റെടുക്കണമേ റബ്ബേ. നീ ഏറ്റെടുക്കൽ തന്നെയാണ് അത് പരിഹരിക്കൽ. അല്ല, നീ ഇപ്പോൾ പരിഹരിക്കണം അപ്പോൾ പരിഹരിക്കണം എന്ന് ഞങ്ങൾക്ക് പറയാനില്ല. നീ ഏറ്റെടുത്താൽ അതാണ് പരിഹാരം. പിന്നെ എന്തിനും നീ തീരുമാനിക്കും. നീ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഏറ്റെടുക്കണമേ റബ്ബേ. ഏറ്റവും വലിയ പ്രശ്നം, ഞങ്ങളുടെ തലയിൽ പിശാചി അധികാരം സ്ഥാപിച്ചു. അതിനേക്കാൾ വലിയ ഒരു പ്രശ്നവുമില്ല. അധികാരത്തിൽ നിന്ന് നീ ഞങ്ങളെ, അവൻ്റെ അധികാരത്തെ നീ തട്ടി തകർക്കുകയും നീ ഞങ്ങളെ തലയെയും തലച്ചോറിനെയും ഞങ്ങളെ റൂഹിനെയും ഞങ്ങൾക്ക് നീ ആദ്യമായി നീ തന്ന വെളിച്ചത്തെയും അല്ലാഹുവേ നിലനിർത്തി തരണമേ. ആ വെളിച്ചത്തെ വീണ്ടും വീണ്ടും പ്രഭാപൂരിതമാക്കിയ നിന്റെ നൂറുൽ അൻവാറായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളാവുന്ന സിറാജുൽ മുനീറിൽ നിന്ന് അത് കത്തിച്ചവരിലും നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. നീ ഞങ്ങൾക്കൊക്കെ പുറത്തു തന്നിട്ടില്ലെങ്കിലും നീ നീതിമാൻ തന്നെയാണ്. എന്നാലും പുറത്തു തരും എന്നത് ഞങ്ങളുടെ പ്രതീക്ഷയാണ്. ഞങ്ങൾക്ക് പുറത്തു തരണമേ റബ്ബേ. നീ ഞങ്ങൾക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ നിനക്കൊരു കുറ്റവും ഇല്ല. എന്തുകൊണ്ട്? ഞങ്ങൾ പുറത്ത് കിട്ടാൻ അർഹരല്ല. എന്നാൽ നീ പുറത്ത് കൊടുക്കാൻ അർഹനാണ്. നിന്നെ കൊണ്ട് നീ വിധി പറയണമേ റബ്ബേ. ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ മേൽ വിധി പറയരുത് റബ്ബേ. ഞങ്ങളുടെ ചെയ്തികൾ നോക്കി ഞങ്ങൾക്ക് വിധി പറയരുത് റബ്ബേ. ഞങ്ങളുടെ ചെയ്തികൾ നോക്കി ഞങ്ങൾക്ക് വിധി പറയരുത് റബ്ബേ. ആ പുറത്ത് വാങ്ങാൻ അർഹരല്ലെങ്കിലും നീ ആർക്കും പുറത്ത് കൊടുക്കാൻ അർഹനാണ്. നീ അത്രയും വലിയ റബ്ബാണ്. നീ ഞങ്ങൾക്ക് പുറത്ത് തരണമേ റബ്ബേ. നീ ഞങ്ങളെ ഉമ്മാക്ക് പുറത്ത് കൊടുക്കണമേ റബ്ബേ. ഞങ്ങളെ ഉപ്പാക്ക് പുറത്ത് കൊടുക്കണമേ. ഞങ്ങളെ ഉപ്പാക്കും ഉമ്മാക്കും പുറത്ത് കൊടുക്കണം റബ്ബേ. ഞങ്ങളെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്ത് കൊടുക്കണമേ റബ്ബേ. ആരെയാണ് ആദ്യം പറയേണ്ടതെന്ന് പോലും ഞങ്ങൾക്കറിയൂല. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ മത്സരിച്ച് സ്നേഹിച്ചവരാണ്. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങൾ ഉസ്താദന്മാർക്ക് പൊറുക്കണമേ റബ്ബേ. നന്മ ചെയ്തവർക്കൊക്കെ പൊറുക്കണമേ റബ്ബേ. പള്ളിയും മദ്രസയും ദീനി ദർസും കലാലയങ്ങളും ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് അറിവ് പകർന്നു തന്ന് കഷ്ടപ്പെട്ടവർ, ഞങ്ങൾക്ക് മുമ്പേ കടന്നു പോയവർ, പട്ടിണി കടന്ന് സമുദായത്തെ പോറ്റിയവർ, കയ്യെ കിട്ടിയതൊക്കെ ദാനം കൊടുത്തവർ, കൂലിപ്പണിക്ക് പോയ കിട്ടിയ പോക്കറ്റിലുള്ള പൈസ ഒരു ഉസ്താദിൻ്റെ വയറ് കേട്ടപ്പോൾ അങ്ങനെ തന്നെ കൊടുത്ത് ദർസ് സംരക്ഷിച്ചവർ, മദ്രസ സംരക്ഷിച്ചവർ, പള്ളി ഉണ്ടാക്കിയവർ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. അവരുടെയൊക്കെ കഫം പുടവ പോലും ഭൂമി കഴിക്കരുതേ പഠിച്ചവന്. അവരെ നീ അങ്ങനെ സന്തോഷത്താൽ നിലനിർത്തണമേ റബ്ബേ. അവരിലേക്ക് ചേരുന്ന ഒരവസ്ഥ ഞങ്ങൾക്കും തരണമേ റബ്ബേ. അല്ലാഹുവേ, ഭൂമി തൊടാത്ത ഒരു കഫം പുടവ ഞങ്ങൾക്കും നൽകണമേ റബ്ബേ. ഏറെ ചണ്ടികളായ ആളുകൾക്ക് അതൊന്നും നിന്നോട് ചോദിക്കാൻ അർഹതയില്ലെങ്കിലും ആർക്കും അത് കൊടുക്കാൻ നീ അർഹനല്ലേ റബ്ബേ. അല്ലാഹുവേ, നിനക്ക് വേണ്ടി സന്തോഷമായി കടന്നിറങ്ങുന്ന ഒരു മയ്യത്ത് ഞങ്ങളുടെ മയ്യത്താക്കി തരണമേ റബ്ബേ.
അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ ഞങ്ങൾക്ക് ശേഷം പിഴച്ചവരായി പോകരുതേ പടച്ചവൻ. അവർ വൃത്തികേടിൻ്റെ പിന്നാലെ ഓടരുതേ റബ്ബേ. അവർ നിരീശ്വരവാദികളും നിർമ്മതവാദികളുമായി പോകരുത് റബ്ബേ. നീ അവരെ കാത്തിരക്ഷിക്കണമേ. ഈ മജ്‌ലിസിലുള്ളവരുടെ എല്ലാവരുടെയും സിഹർ ബാത്തിലാക്കി തരണമേ. അവരുടെ സിഹർ ബാത്തിലാകേണ്ട സബബ് ഈ മജ്‌ലിസിൽ പങ്കെടുത്തു എന്നതാക്കണമേ റബ്ബേ. ഇത് നിനക്ക് വേണ്ടി 273-ാമത്തെ ക്ലാസ്. നിന്നെപ്പറ്റി അല്ലാത്തൊരാളെ പറ്റിയും ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല, ഇവിടെ പറയുകയുമില്ല. ഒരാളെ പറ്റിയും പറയൂല നിന്നെപ്പറ്റിയല്ല. ഈ മജ്‌ലിസിൻ്റെ പവിത്രത നീ വർദ്ധിപ്പിക്കണമേ റബ്ബേ. ഇതിൽ പങ്കെടുത്തവരൊക്കെ ആഖിബത്ത് നന്നായി മരിപ്പിക്കണമേ റബ്ബേ. സിഹർ ബാത്തിലാക്കണമേ റബ്ബേ. കണ്ണേറ് ബാത്തിലാക്കണമേ റബ്ബേ. നാവേറ് ബാത്തിലാക്കണമേ റബ്ബേ. നിന്റെ സുലഹാക്കളായ ജിന്നുകളും നിന്റെ മഹാന്മാരായ മലക്കുകളും എല്ലാ വെള്ളിയാഴ്ചയും ഈ മജ്‌ലിസിൽ പങ്കെടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ സുലഹാക്കളായ ജിന്നുകളും നിന്റെ മഹാന്മാരായ മലക്കുകളും ഈ മജ്‌ലിസിൽ പങ്കെടുക്കണമേ റബ്ബേ. എല്ലാ ദിവസവും ഈ നിറഞ്ഞ സമ്പന്നവും സമൃദ്ധവും ഈമാൻ കൊണ്ട് നിറക്കപ്പെട്ടതുമായ മജ്‌ലിസ് ആക്കി തരണമേ റബ്ബേ. ഇതിൽ പങ്കെടുത്തവരാൾക്ക് ഈമാൻ തെറ്റരുതേ പഠിച്ചോ. ഇതിൽ പങ്കെടുത്തവരാൾ ലിബറലിസ്റ്റോ നിരീശ്വരവാദിയോ ആകരുത് റബ്ബേ. നിറഞ്ഞ ഈമാനുള്ള മുത്തഖീങ്ങളും മുഅ്മിനീങ്ങൾക്കും ജന്മം നൽകാൻ ഈ മജ്‌ലിസിൽ പങ്കെടുത്താലും ഇത് കേട്ടാലും ഇതിനു വേണ്ടി ദാനം ചെയ്താലും നീ തൗഫീഖ് നൽകണമേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുക്കണമേ റബ്ബേ. ഞങ്ങളുടെ പ്രയാസങ്ങളെ പരിഹരിക്കണമേ റബ്ബേ. റബ്ബന തവഫന മുസ്ലിം. സോഷ്യൽ മീഡിയയിൽ ആമീൻ പറയുന്നവർ നിന്റെ പിന്നാലെ നിൽക്കുന്നു. എല്ലാ ദിവസവും ഇതിലേക്ക് ഒരു പൈസയായി ഒരു ബക്കറ്റ് പിരിവ് എല്ലാവരും കൊടുക്കുന്നത് പോലെ കണ്ട് ദാനം ചെയ്ത് അയച്ചു തരുന്നവർ എല്ലാവർക്കും നീ നിന്റെ റഹ്മത്തിൻ്റെ വാതിൽ നീ തുറന്നു കൊടുക്കണമേ റബ്ബേ. എല്ലാവരെയും നീ ഏറ്റെടുക്കണമേ റബ്ബേ. മജ്‌ലിസിനെ ഖബൂലാക്കണമേ റബ്ബേ. നിന്റെ പ്രത്യേക അടിമകളിൽ, സാലിഹീങ്ങളായ അടിമകളിൽ ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി. ഇബ്ൻ മസ്ഊദാണ് മുസ്തഫ നബിയിൽ നിന്ന് അത് കേട്ട് റിവായത്ത് ചെയ്യുന്നത്. ഇമാം ബൈഹഖി തൻ്റെ ശുഅബിലും ഇമാം തബറാനി തൻ്റെ മുഅ്ജമിലും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു ഹദീസാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ, ലോകത്താദ്യമായി പരസ്യമായി ഖുർആൻ ഓതിയ ലോകം കണ്ട മഹാനായ സയ്യിദുന ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് മുസ്തഫ നബിയിൽ നിന്ന് കേട്ട് പറയുന്നത്. മുഹദ്ദിസുകൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മഹാനായ ഇമാം തബ്രാനി തൻ്റെ മുഅ്ജമിൽ ഈ ഹദീസ് കൊടുത്തതായി കാണാം. ശുഅബുൽ ഈമാനിൽ ഇമാം ബൈഹഖി തങ്ങൾ ഈ ഹദീസ് കൊടുത്തതായി കാണാം. ധാരാളം മുഹദ്ദിസുകൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിസാലത്തുൽ ഖുശൈരിയിൽ ഇമാം ഖുശൈരി തങ്ങൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഞാനിത് ഇമാം ഖുശൈരി തങ്ങളുടെ റിസാലയിൽ നിന്നാണ് എടുക്കുന്നത്. ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ്. മുസ്തഫ നബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തുർളിയന്ന അഹദൻ ബിസ്വാത്തില്ല. അള്ളാഹുവിനെ കോപിപ്പിച്ചിട്ട് ഒരാളെയും നീ തൃപ്തിപ്പെടുത്തരുത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രതിപാദ്യ വിഷയം. അള്ളാഹുവിനെ കോപിപ്പിച്ചിട്ട് ഒരാളെയും നീ തൃപ്തിപ്പെടുത്തരുത്. നിലവിലുള്ള നമ്മുടെ സമുദായവുമായി ബന്ധപ്പെട്ട മുഴുവനും, അതായത് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ തയ്യാറാകുന്നു എന്നതാണ്. ഒരിക്കലും അറബി ഗ്രാമർ പഠിച്ചവർക്കറിയാം. തീർച്ചയായും ഒരിക്കലും ഒരു സന്ദർഭത്തിലും ഒരു കാലത്തിലും എന്നാ പറയേണ്ടത്, ഒരിക്കലും ഒരു കാലത്തും ഒരു സന്ദർഭത്തിലും ഒരു പശ്ചാത്തലത്തിലും നീ തൃപ്തിപ്പെടുത്തുകയേ അരുത് അഹദൻ, ഒരാളെയും ബിസ്വഖ്തില്ല, അള്ളാഹുവിനെ കോപിപ്പിച്ചിട്ട്. അള്ളാഹുവിനെ കോപിപ്പിച്ചിട്ട് അത് ചെയ്താൽ
നാട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവും, പക്ഷെ അള്ളാഹ്ക്ക് ദേഷ്യം വരും. അള്ളാഹിനെ പിന്നെയും പൊരുത്തപ്പെടിക്കാലോ, 25 ഇനിയും വരുന്നുണ്ടല്ലോ. നമ്മളെയൊക്കെ നശിപ്പിച്ചൊരു സാധനം 25 പുറത്തു പറയണ്ട. ഇനി അടുത്ത ട്രോൾ ഉണ്ടായിക്കോളി, കാസിമി 25-നെതിരെയും പ്രതികരിച്ചിരിക്കുന്നു. ഉള്ളിൽ സ്ഥലം ഉണ്ടായിട്ട് പുറത്തിരിക്കരുത്. ഇവിടെയാണ് ഇതിൻ്റെ കണക്ക് കിടക്കുന്നത്. ഇവിടെ അള്ളാഹിന്റെ മലക്കുകൾ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ മജ്‌ലിസിൽ വന്നിരുന്നതായി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് സ്വാലിഹായ ഒരു മനുഷ്യൻ ഇത് തുടങ്ങുന്ന 1-ാം ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ രാത്രി ഇത് തുടങ്ങുന്ന 273-ാമത്തെ ക്ലാസ്സാണ്. ഇത് തുടങ്ങുന്നതിൻ്റെ അതിരാവിലെ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, സാറേ, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിൻ്റെ ചുവട്ടിൽ മത്വാഫിൽ നിന്ന് പറന്നുയർന്ന് നേരെ ആ മജ്‌ലിസിൽ വന്നിരിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു കേട്ടോ. നാട്ടുകാർ മുഴുവനും വിളിച്ച് പറയുന്നുണ്ട്, മത്വാഫിലുള്ളവരൊക്കെ വിളിച്ച് പറയുന്നത് സയ്യിദുനാ ജിബ്രീലാണ് പോണത്, സയ്യിദുനാ ജിബ്രീൽ. അതിൻ്റെ മനോഹാരിത വർണ്ണിക്കാൻ കഴിയൂല. അതെന്തുകൊണ്ട് അതൊക്കെ വലിപ്പത്തരല്ല, ഈ മജ്‌ലിസിൻ്റെ വലിപ്പത്തരാണ്. ഇതൊരു മജ്‌ലിസാണ്, ഇതിൻ്റെ വലിപ്പത്തരമാണ്. ഇത് അല്ലാഹു അല്ലാത്ത ഒരു ലക്ഷ്യത്തിനില്ല. അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. ശ്രദ്ധിക്കണം, നീ ഒരാളെയും തൃപ്തിപ്പെടുത്തരുത്, ഒരാളെ ഇഷ്ടവും സമ്പാദിക്കരുത്, ഒരാളെ തൃപ്തിപ്പെടാനും ആഗ്രഹിക്കരുത്. വിസ്വഹത്തില്ല, അള്ളാഹുവിനെ കോപിച്ചിട്ട്. ഈ ലോകത്ത് ആരെതിരായാലും പേടിക്കണ്ട, ആര് തൃപ്തിപ്പെട്ടാൽ മതി, അള്ളാഹു. അങ്ങനെയൊക്കെ നടക്കും. അങ്ങനെ നടക്കണം. അവൻ്റെ പേരാണ് മുഅ്മിൻ. അല്ലാത്തവൻ്റെ പേര് നിസ്കാരക്കാരൻ, നോമ്പുകാരൻ, പള്ളി കമ്മിറ്റിക്കാരൻ, മൂല്യേര്, ഔലിയ, ചേമ്പ്, ചക്കര, അങ്ങനെയൊക്കെ പറയും. നിങ്ങൾ 4 ആൾ പറഞ്ഞവർ തന്നെ ഔലിയാവും, അങ്ങനെയൊക്കെ. പക്ഷെ മൂമിനാവൂല. നാട്ടുകാർക്കും ആരാവും? ഔലിയാവും. അള്ളാനോ മൂമിന് പോലും ആവൂല. ഓനെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എണ്ണിമാന് എന്ന് പറയും. മലപ്പുറം ജില്ല അങ്ങനെ വാക്കുണ്ട്, മോനെ എണ്ണിമാന. അതായത് എല്ലാരെയും തൃപ്തിപ്പെടുത്തുന്നവൻ്റെ പേരാണ് എണ്ണിമാൻ. അവൻ്റെ പേര് മുഅ്മിൻ അല്ല. നാട്ടുകാരവനെ ഔലിയ എന്ന് പറയും. തൊള്ളിയിൽ വിരലിട്ടാൽ കടിക്കൂല, തൊള്ളിയിൽ വിരലിട്ടാൽ കടിക്കണം. എന്തിനാ തൊള്ളിയിൽ വിരലിട്ട്? വലത്തേ കവിളിനടിച്ചാൽ ഇടത്തേ കവിലും കാണിച്ചു കൊടുക്കും. അങ്ങനെ പലരും ഉണ്ട്. പക്ഷെ മുഹമ്മദ് മുസ്തഫ അക്കൂട്ടത്തിൽ പെടൂല. വലത്തേ കവിളിൽ അടിച്ചാൽ ഇടത്തേക്ക്. അതൊക്കെ ഇപ്പോഴത്തെ മഹത്വം പറയുന്നത്. വലത്തേ കവിളിന് അടിക്കാൻ ഒരാൾ പോകൂല. കാരണം ഇടത്തേ കവിളിൻ്റെ എല്ലിന് തല്ല് കിട്ടിയാൽ പിന്നെ 10 കൊല്ലം കൊണ്ട് അത് മാറ്റാൻ കഴിയൂല. അതാ മുഹമ്മദ് മുസ്തഫ. അതിന് ആൺകുട്ടി എന്നാ പറയാ, മറ്റവന് എണ്ണിമാൻ എന്നാ പറയാ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അതിനാണ് ആൺകുട്ടി. മുസ്തഫ നബി ആൺകുട്ടിയാണ്. 2 റിവായത്ത് കാണാം. 1 മാസം വഴി ദൂരത്തിലുള്ള ആളുകൾക്ക് മുഴുവനും എന്നെ പേടിയാണ്. കളിക്കൂല, വിവരം അറിയും. വഫാത്തിന്റെ ചില്ലറ സന്ദർഭങ്ങൾക്ക് മുമ്പാണ് തബൂക്കിലെ ക്രിസ്ത്യാനികൾ മുസ്തഫ നബിയോട് വന്നിട്ട് ബൈസന്റിയൻ റോമക്കാർ ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട്, എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞത്. അപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് പോയി. 40,000 പട്ടാളവുമായി റോമൻ സൈന്യം നേരെ തബൂക്കിനെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അവർക്ക് വിവരം കിട്ടി മുഹമ്മദും അനുയായികളും അവിടെ തമ്പടിച്ചിട്ടുണ്ട്. അപ്പം തിരിച്ചുപോയി. അതാണ് ആൺകുട്ടി. എന്നാണ് ആൺകുട്ടി എന്നറിയാം. പിന്നെ വൈക്കോൽ വന്നില്ല. ദിവസങ്ങൾ 2-3 ആഴ്ച റസൂൽ അവിടെ താമസിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചു വരാൻ ഒരുങ്ങിയപ്പോൾ അവർ റസൂലുള്ളാഹിനോട് സമ്മതപത്രം എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഇനി ലോകാവസാനം വരെ ആരെങ്കിലും ഞങ്ങൾ ആക്രമിക്കാൻ വന്നാൽ നിങ്ങളും നിങ്ങൾ അനുയായികളും, നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ, ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ അനുയായികൾ, ലോകാവസാനം വരെ ഞങ്ങൾക്ക് ഇപ്രകാരം സംരക്ഷണം നൽകുമെന്ന് എഴുതിത്തരൂ. എഴുതി കൊടുത്തു, എഴുതി ഒപ്പിട്ട് കൊടുത്തു മുഹമ്മദ് മുസ്തഫ. ആരെ സംരക്ഷിക്കുന്നു?
ക്രിസ്ത്യാനികളെ ആരവരെ ആക്രമിക്കാൻ വന്ന്? ക്രിസ്ത്യാനികൾ. ഇന്ത്യൻ റോമക്കാർ ആ വഴിക്ക് വന്നില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലോണ്ട് പറഞ്ഞു. നാട്ടുകാരെ മുഴുവനും തൊള്ളിയിൽ വിരലിട്ടാൽ കടിക്കാത്ത അവസ്ഥ. അതൊന്നും മുമ്മിൻ്റെ അവസ്ഥയല്ല. മുമ്മിനാരും തൊള്ളിയിൽ വിരലിട്ടാൽ അങ്ങോട്ട് പോവില്ല. പോയവരോട്ട് പിരിയില്ല. ഒരാളെയും നീ തൃപ്തിപ്പെടുത്തരുത് ബിസ്വഹ്തില്ല, അള്ളാഹുവിനെ കോപിപ്പിച്ചിട്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ ഹദീത്തൊന്നും ഇങ്ങനെ വായിച്ചർത്ഥം വെച്ചാൽ ഇന്നത്തെ ക്ലാസ് അവസാനിക്കും. നിങ്ങൾക്ക് ചിന്തിക്കാൻ മാത്രം എമ്പാടും അതിലുണ്ട്. അതൊക്കെ നോക്കണ്ട്. നിസ്കരിക്കുക, നോമ്പ് ഒക്കെ വേണം. പക്ഷേ അമൽ, ഈമാൻ ശ്രദ്ധിക്കാതെ അമലിൽ കളിക്കുക എന്നത് ഇബ്ലീസ് നടത്തുന്ന ഒരു പണിയാണ്. ഈമാൻ ഒരാൾ ശ്രദ്ധിക്കേയില്ല, അമലിൽ അങ്ങനെ കിടക്കും. അമൽ മനുഷ്യനെ അഹങ്കാരിയാക്കും, എന്നാൽ ഈമാൻ മനുഷ്യനെ ശുദ്ധനാക്കും. തിരിഞ്ഞിട്ടില്ല. ഈമാനിൽ ഒരാൾ ചിന്തിച്ചാൽ ഞാൻ ശരിയല്ലല്ലോ എന്ന് തോന്നും. നിസ്കാരത്തിൽ ചിന്തിച്ചാൽ ഞാൻ നല്ലോനാണെന്നും തോന്നും. അപ്പൊ ഈമാനെ പറ്റി നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ ഞാനിപ്പോൾ ഒരു മുഅ്മിനായിട്ടില്ലല്ലോ പടച്ചോനെ എന്ന് നമുക്ക് തോന്നും. ഇന്നലെ രാത്രി നിസ്കരിച്ച തഹജ്ജുദിനെ ഇപ്പോൾ ഓർത്താൽ അൽഹംദുലില്ലാഹ് ഞാൻ അത്യാവശ്യമൊക്കെ നല്ലത് തന്നെയാണ് എന്നും തോന്നും. ഇതിൻ്റെ അർത്ഥം നിസ്കരിക്കണ്ട എന്നല്ല. അമലിൽ കളിക്കൽ മുഅ്മിനീങ്ങളെ രീതിയല്ല, ഈമാനിലാണ് പണിയെടുക്കേണ്ടത്. അമൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അമലോൻ്റെ ശ്രദ്ധയിലേ ഉണ്ടാവില്ല. ഒരു തുറന്നൊരു വാക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം, നിങ്ങൾ മറക്കരുത്. ഒരു വലിയ സത്യം പറഞ്ഞുതരാണ്, മനസ്സിലാവേണ്ട പറഞ്ഞു. വളരെ ചിന്തിക്കണം. അമലിൽ നമ്മൾ കീക്കാൻ തോക്കാണ് പണിയെടുക്കുന്നത്. അമൽ ഒരാൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അള്ളാഹു അവന് നൽകിയ തൗഫീഖായിട്ട് അവൻ മനസ്സിലാക്കണം. അതേ സമയത്ത് നമ്മൾ ഇന്നൊരു അമൽ ചെയ്താൽ അള്ളാഹുവിന് ചെയ്തു കൊടുത്ത കാര്യമായിട്ട് മനസ്സിലാക്കുന്നു. ഇത് കുഫറിലേക്ക് പോലും എത്തും. അള്ളാഹു കാക്കട്ടെ. വളരെ വളരെ ചിന്തിക്കണം. അമലിൽ കളിക്കൽ മുഅ്മിനീങ്ങളെ രീതിയല്ല, ഇതേയല്ല. വളരെ ചിന്തിക്കും. മുഅ്മിന്റെ വൽപ്പത്തരം എന്നാൽ അങ്ങനെയാണ്. ചിന്തിക്ക്. ഒരാൾ ഹൈദരാബാദ് വരെ ഒരു ആലിമിന്റെ കൂടെ യാത്ര ചെയ്തു. ആലിം നല്ലൊരു നിറഞ്ഞ നല്ല മനുഷ്യനാണ്, ആലിമാണ്. യാത്ര ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അയാൾ തബ്ലീഗുകാരനായി പോയി. ഒരു 10 കൊല്ലം മുമ്പുള്ള ഒരു കഥ പറയാം ഞാൻ. അപ്പോൾ അതിന് ഞാൻ അയാളോട് ചോദിച്ചു, എന്ത്? അപ്പോൾ പറഞ്ഞു, മൂപ്പര് ഉറങ്ങുക. മൂപ്പര് രാത്രിൻ്റെ മൂട്ടിൽ എണീറ്റിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു. അപ്പോഴത്തേനും സുബഹിൻ്റെ നേരമായി. സുബഹി നിസ്കരിച്ചു. ഈ ദിവസങ്ങളൊക്കെ അങ്ങനെയുണ്ടായത്. ഇയാൾ രാത്രി 1 മണിക്ക് എണീറ്റിട്ട് പിന്നെ നിസ്കാരം. അപ്പൊ എനിക്ക് നേതാവാക്കാൻ അയാളെ പറ്റൂല എന്ന് ഇയാൾക്ക് തോന്നി. അങ്ങനെ അയാൾ സുന്നി വിട്ടു. അയാൾക്ക് ഇൽമുണ്ട്. ഇൽമ മനുഷ്യനുണ്ടാക്കുന്ന ഒരു സാധനം ഈമാനാണ്. فإن فقيها واحدا متورعا أشد على الشيطان من 1000 عبد. ഇവനെ പോലത്തെ 1000 ആളുകളെക്കാൾ നല്ലത് ആ മനുഷ്യന്റെ വർക്കാണ്. ആ മനുഷ്യന്റെ അടുത്തേക്ക് പിശാച് അടുക്കൂല. ഇവന്റെ അടുത്തേക്ക് പിശാച് അടുക്കുന്നത് കൊണ്ടാണ് ഇവൻ അഖീദ തന്നെ മാറ്റിയത്. അത് വലിയ വർത്താനാണ്, പിന്നെ പറയാം. തല കൊടുത്ത് ചിന്തിക്കണം. മനസ്സിലാവുണ്ട് പറഞ്ഞത്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ വലിപ്പത്തരം അമലിൽ കളിക്കലല്ല. അമൽ ആയിക്കോട്ടെ ഉണ്ടാവും, അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകണം. എന്ത് കാരണമായിട്ട്? ഇവന്റെ നിസ്സാരത്വം അവൻ മനസ്സിലാക്കുന്ന ഈമാൻ കാരണമായിട്ട് അമലുണ്ടാകണം. ഈമാൻ ഇല്ലാതെ, ഈമാൻ എന്നൊരു സാധനം ഒരു അമലിൽ കയറിയിട്ടില്ലെങ്കിൽ അമലിനെ അവൻ താങ്ങും ചെയ്യും, വലിപ്പത്തരപ്പെടുത്തും. ഈമാൻ ഉണ്ടെങ്കിലോ, ഈമാൻ എന്നാണ് ഞാൻ നിസ്സാരനാണെന്ന് അവൻ ബോധ്യപ്പെടലാണ്. അതാണ് ഈമാൻ. അമൽ ഞാൻ മഹാനാണെന്ന് ബോധ്യപ്പെടുത്തും, ഈമാൻ ഞാൻ നിസ്സാരനാണെന്നും ബോധ്യപ്പെടുത്തും. വിശ്വാസ കാര്യങ്ങളിൽ ആലോചിച്ചാൽ അവൻ നിസ്സാരനാണെന്ന് ബോധ്യപ്പെടുത്തും. അവൻ നിസ്കാരത്തിൽ ആലോചിച്ചാൽ അവൻ മഹാനാണെന്ന് ബോധ്യപ്പെടും, സ്വന്തം മാനം. മനസ്സിലാവണം. വിചാരിക്കുന്നത് തഹജ്ജുദ് നിസ്കരിച്ച് മഹാനാകുന്നല്ലേ? തഹജ്ജുദ് നിസ്കരിച്ച് അമുക്കാവും. എന്തില്ലെങ്കിൽ നീ ക്ലാസ്സിന് പോയിട്ട് അതോടുകൂടെ തഹജ്ജുദ് നിർത്തി എന്ന് പറയരുത്. എന്തില്ലെങ്കിൽ, ഈമാനില്ലെങ്കിൽ. ഓരോ റക്അത്തിന് മണിച്ചെന്നപ്പോൾ തോന്നി, പക്ഷേ ഞാൻ നമുക്കാണല്ലോ അങ്ങനെ നിസ്കരിച്ച്.
എന്നിട്ട് അവസാനം കരിഞ്ഞു, റബ്ബേ ഒന്നും ഇതുവരെയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, മാപ്പാക്കണേ. മനസ്സിലായില്ലേ? ഇതെന്താ കാരണം? ഒന്നും ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, മാപ്പാക്കണേ എന്ന് പറഞ്ഞ ഈമാൻ കൊണ്ടാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക് തല കൊടുത്ത് ചിന്തിക്കണം. ഒക്കെ കേൾക്കാൻ തൂക്കാണ് നമ്മുടെ ചിന്ത. അമലിനെ പറ്റി ഒറ്റ വാക്ക് പിന്നീട് വിശദീകരിക്കട്ടെ, മറക്കരുത്. ഒരാൾ ഒരു അമൽ ചെയ്താൽ പോലും അതിനെ അവൻ മനസ്സിലാക്കേണ്ടത്, എൻ്റെ റബ്ബ് ഇത് ചെയ്യാനുള്ളൊരു തൗഫീഖ് എനിക്ക് തന്നു. ഇതിന് ഞാൻ 1000 അൽഹംദുലില്ലാ എന്ന് പറയണം. ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാ. അത് എൻ്റെ മഹത്വമല്ല, എൻ്റെ റബ്ബ് എനിക്ക് തന്ന അവസരമാണ്. തരാതിരിക്കായിരുന്നു. മനസ്സിലാക്കണം. ഈമാനിൽ ചിന്തിക്കണം. അല്ലാഹുവിനെ ദേഷ്യപ്പെടുത്തിയിട്ട് ഒരാളെയും തൃപ്തിപ്പെടുത്തരുത്. അപ്പം നമ്മളെ ആ മൊത്തം ലൈഫ് അങ്ങോട്ട് നോക്കുക. അതിൽ അങ്ങനത്തെ ഒന്നുണ്ടെങ്കിൽ തൗബ ചെയ്യുക, ഇനി ഉണ്ടാകാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞാൽ ولا تحمدن أحد على فضل الله. അല്ലാഹു ഒരാൾക്കൊരു ഫള് കൊടുത്തു എന്ന് വെച്ച് അവനെ ഒരിക്കലും നീ പ്രശംസിക്കരുത്. അതല്ലാത്തൊരു പണി നാട്ടിലിപ്പം നടക്കണമെന്നില്ല. മൂല്യന്മാർക്ക് തന്നെ സ്റ്റേജമ്മ കയറിയാൽ 2 മണിക്കൂർ വേളം മോലാലിനെ പറ്റി പറയാം. മൂപ്പര് എത്ര മഹാനാണ്. മൂപ്പരാണ് അവിടെ എത്തിങ്ങനെ നടത്തുക, മൂപ്പരാണ് മദ്രസ നടക്കുക, മൂപ്പര് അങ്ങനെ നടക്കണം, അങ്ങനെ ആക്കണം. അള്ളാഹിനെ പറ്റി ഒന്നും മനസ്സിലായില്ലെങ്കിലും മൊലാളിൻ്റെ മാത്രം മനസ്സിലാവും. ഇതൊക്കെ തലയെ കെട്ടിയ വലിയ വലിയ മൂല്യന്മാർ നടത്തുന്ന തോന്നിയാസങ്ങളാണ്. നമ്മളെ നാട്ടിൽ പണ്ടത്തെ കഥ പറയല്ല, ഇപ്പത്തെ കഥ പറയാണ്. നിങ്ങൾ പണ്ട് വിചാരിക്കണ്ട ഞാൻ പണ്ടത്തെ കഥ പറയാന്നുണ്ട്, നിങ്ങളൊന്നും ഒപ്പിക്കണില്ല. ഇപ്പം നടക്കുന്ന തലയെ കെട്ടിയ ഹമാക്കത്ത് തലയെ കറിയ ഹമുക്കുകളായ മൂല്യന്മാരെ കഥയാണ് ഞാനീ പറഞ്ഞത്. ഞാനടക്കം അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വലാ തഹ്മദന്ന അഹദൻ, ഒരിക്കലും ഒരാളെയും നിങ്ങൾ പ്രശംസിക്കരുത്. അലാ ഫളില്ല, അയാൾക്കള്ള കുറച്ച് മുതൽ കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ മേൽ, അയാൾക്കല്ലാഹു കുറച്ച് സൂപ്പർ മാർക്കറ്റ് കൊടുത്തിട്ട് എന്നതിൻ്റെ പേരിൽ, അയാൾക്ക് 1501 സൂപ്പർ മാർക്കറ്റാണ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. ഓനൊക്കെ എന്താ ആൺകുട്ടി പറയിച്ച് നടക്കരുത്. ഇത് ഞാൻ പറഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് എന്നെതിരെ കേസ് കൊടുക്കുക. മൂപ്പർക്ക് മുമ്പേ മൊലാൽമാരോട് ദേഷ്യ. ഇത് മുത്ത് നബി പറഞ്ഞ, മുത്ത് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? ഒരിക്കലും നീ പ്രശംസിക്കരുത് അഹദൻ, ഒരാളെയും. അല്ലാഹു അവനൊരു ഫള് കൊടുത്തതിന്റെ പേരിൽ പ്രശംസിക്കാം. ആരെ? അല്ലാഹുവിനെ. അൽഹംദുലില്ലാ. മുതൽ കൊടുത്ത് എത്രയോ യതീംഖാന അയാളെ കൊണ്ട് സംരക്ഷിപ്പിച്ച നീ, നിന്റെ ഹിക്മത്ത് എത്ര വലുതാണ്. നീയേ എന്നോട് പറയാ, മറ്റവനോടല്ല. മോനാര് ഒന്നാളെ നേരമ്പത്താൽ പൊളിഞ്ഞിട്ട് മറ്റൊരാൾ അവിടെ പിറ്റേന്ന് രാവിലെ കയറിയിരിക്കും. എന്തേ ഉണ്ടോ? അല്ലേ? ഉണ്ട്. കഴിഞ്ഞില്ലേ? മനുഷ്യനല്ലേ? ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ചു വരിക രാത്രി. അപ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, MT മരിച്ചു, MT അന്തരിച്ചു. അപ്പോൾ ഞാൻ അയാൾക്ക് ആ സെക്കൻഡിൽ തിരിച്ച് മെസ്സേജ് അയച്ചു, മലയാളം അന്തരിച്ചു, ഇനി മലയാളമില്ല. മലയാളത്തിന് ഇത്രമേൽ ഒരു സുഹൃതം ഉണ്ടായിട്ടില്ല. മലയാളത്തിന് പടച്ചതമ്പുരാൻ കൊടുത്ത വലിയ അനുഗ്രഹമായിരുന്നു MT വാസുദേവൻ നായർ. വലിയ കഴിവാണ്. ഞാൻ 2 മനുഷ്യന്മാർ അള്ളാഹുവിനെ പറ്റി പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരാൾ MT വാസുദേവൻ നായരാണ്. അയാളുടെ പേന പോലെ ഒരു അതിവിദഗ്ധമായൊരു പേന മലയാളക്കരയിൽ ഞാൻ കണ്ടിട്ടില്ല, ബഷീർ ഒഴികെ. 2ാമത്തെ ആൾ യേശുദാസാണ്. അങ്ങനെ ഇമ്പമുള്ള ശ്രുതിമധുരമായ ഒരു ശബ്ദം അള്ളാഹു മലയാളക്കരയിൽ ഒരു നൂറ്റാണ്ടിനുള്ളിൽ ഒരാൾക്ക് കൊടുത്തിട്ടില്ല. അയാൾ അള്ളാഹുവിനെ പറ്റി പാടിയാൽ കേട്ടും കഴിഞ്ഞു.
രണ്ടാളുകൾ അള്ളാഹുവിൻ്റെ കലാമിനെ മാത്രം എഴുതുകയും പാടുകയും ചെയ്തെങ്കിൽ എന്ന് ഞാൻ എത്രയോ കാലം കൊതിച്ചിട്ടുണ്ട്. പകരയില്ല, പക്ഷെ കഴിഞ്ഞല്ലോ. എന്ത് ചെയ്യാ? മനസ്സിലായില്ലേ? അവരെ പ്രശംസിക്കണ്ട, അവർക്കത് കൊടുത്തവൻ ബാക്കി അല്ലാഹ്. ولا تحمدن ولا تحمدن احدا على فضل الله. അല്ലാഹു കൊടുത്ത ഒരു ഫളൽ എന്ന് വെച്ച് ഒരാളെയും നീ പ്രശംസിക്കരുത്. ആരെ പ്രശംസിച്ചോ? അല്ലാഹു ഹയ്യുൻ ലാ യമൂത്ത്. ഇതൊക്കെ ഒരു ഭാഷയാണ് കേട്ടോ. ഇനി ഒരാൾ MT യേക്കാൾ നല്ലൊരു സാഹിത്യകാരൻ വന്നൂടെ വരാം, അതൊരു ഭാഷയാണ്. MT മരിച്ചപ്പോൾ ഉണ്ടായൊരു ദുഃഖം കൊണ്ട് പുറത്തു വരുന്നൊരു ഭാഷയാണ്. അപ്പൊ നിങ്ങൾ അത്രയല്ലോ. അതിൻ്റെ ഒക്കെ അപ്പുറത്തൊരാൾ ഇനി ഉണ്ടാകാം. ഇവർക്കൊക്കെ ഉയർന്നു കൊടുത്തവൻ ആരാണ്? അല്ലാഹ്. ഒരു വിഷമം കൊണ്ട് പറഞ്ഞു ഏതാ, അത്രയേ ഉള്ളൂ. ഒരാളെയും നീ ഒരിക്കലും പ്രശംസിക്കരുത്. അല്ലാഹു അയാൾക്കൊരു ഫളൽ കൊടുത്തതിന്റെ പേരിൽ. അള്ളാഹിനെ ഇപ്പൊ അള്ളാഹിന്റെ കഴിവാണ്, അള്ളാഹിന്റെ ജമാലാണ് ആ കാണുന്നൊക്കെ, അള്ളാഹിന്റെ സൗന്ദര്യമാണ് അയാളുടെ പേനയിലൂടെ പുറത്തു വന്നത്. ഞാൻ ഈ സദസ്സിൽ നിന്ന് എത്രയോ തവണ നിങ്ങളോട് മുഹമ്മദ് റാഫിയെ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. അതില്ലാത്ത അനുഗ്രഹമായിരുന്നു, അള്ളാഹിന്റെ അനുഗ്രഹമാണ്. അയാൾ വലിയ മുഅ്മിനായ മനുഷ്യനുമാണ്. രാത്രിയും തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹിനോട് കൈയുയർത്താതെ ഒരു രാത്രിയും അയാൾക്ക് ഞാൻ കണ്ടിട്ടില്ല എന്ന് കൊല്ലങ്ങൾ അനവധി അയാളുടെ കൂടെ നടന്ന ഒരാൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ആലിം റമദാൻ 17 1983 എൻ്റെ ഓർമ്മ 1983 റമദാൻ 17 മുഹമ്മദ് റാഫി മരണപ്പെട്ടത്. ഒരു ഉദാഹരണം. അല്ലാഹു എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല, അല്ലാഹുവിൻ്റെ ഹിക്മത്തുകളാണ്. 1983 റമദാൻ 17 മുഹമ്മദ് റാഫിയുടെ മരണം. ഒരു ഉദാഹരണം പറയാണ്, അതിനപ്പുറമൊന്നും എനിക്കറിയില്ല. നിങ്ങൾ മുഹമ്മദ് റാഫി എന്ന് കേൾക്കുമ്പോഴത്തേൻ്റെ അല്ലാഹു എന്ന് പറയണമെന്ന് ഇനി പറഞ്ഞ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാ. പക്ഷെ എനിക്കതൊന്നും അറിയൂല. ഇതാണ് അല്ലാഹു ഈ ചെയ്യുന്നത്. ഇതൊന്നും പേടിക്കണ്ട. ഈ ഫളൽ കൊടുത്തതും അത് തന്നെ അല്ലാഹു തന്നെ. രണ്ട് കാര്യം. ഒരാളെയും നീ തൃപ്തിപ്പെടുത്തരുത്. അല്ലാഹുവിനെ കോപിപ്പിച്ചിട്ട് ഒരാളെയും നീ തൃപ്തിപ്പെടുത്തരുത്. ഇത് നിയമമായി കൊള്ളണം. അതാണ് ലോ ആൻഡ് പ്രിൻസിപ്പിൾ. നമ്മുടെ ഹാർട്ടിൻ്റെ, നമ്മുടെ സോളിൻ്റെ നിയമമാക്കണം. അതിനി മാറ്റം ചെയ്യരുത്. ഒരു കാര്യം കണ്ട ആദ്യം അള്ളാഹ്ക്കയിൽ പൊരുത്തണ്ടോ എന്ന് നോക്കണ്ടോ. അള്ളാഹ്ക്ക് പൊരുത്തണ്ടോ നടത്താൻ ഇല്ലേ? മനസ്സിലായില്ലേ? ഇതൊരു നിയമമാക്കുക. ജീവിതത്തിലെ ഏറ്റവും വലിയ നിയമമാണ്. രണ്ട് കാര്യം. ഒന്ന് പറ ഒന്ന് മനസ്സിലായില്ലേ? അള്ളാഹുവിനെ കോപിപ്പിച്ചിട്ട് ഒരാളെയും തൃപ്തിപ്പെടുത്തരുത്. രണ്ട്, അള്ളാഹു കൊടുത്തൊരു ഫളൽ, അതിന്റെ പേര് ഒരാളെയും നീ ഒരിക്കലും പ്രശംസിക്കരുത്. റഹ്മത്തുള്ള ഖാസിമി വെള്ളിയാഴ്ച ഇങ്ങനെ ക്ലാസ് നടത്തുന്നു. അതിന് വലിപ്പത്തരം പറഞ്ഞു, ഒരു കാര്യത്തിന് പറഞ്ഞു, ഒരു ഗുണമുണ്ടെങ്കിൽ പറഞ്ഞു. അതിലങ്ങനെയല്ല. അടുത്തൊരാൾ ഇവിടെ വരാം, അയാൾ ഇതിനേക്കാൾ ക്ലാസ് നടത്താം, നമ്മൾ മരിച്ചു നോക്കാം. ഒരാളെയും നീ ഒരിക്കലും പ്രശംസിക്കരുത്. അള്ളാഹു കൊടുത്ത ഒരു പതിന്റെ പേര്, അള്ളാഹു കൊടുത്ത പതിനാണ്, അല്ലാത്തൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു കാര്യത്തിന് ഉത്തരം കിട്ടി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉത്തരം കിട്ടി. എല്ലാം കൊടുക്കുന്നത് ആരാ? അല്ലാഹ്. നിങ്ങളെ പേരെന്താ? മുഹമ്മദ് അലി. നിങ്ങളെ പേരെന്താ? മോനെ നിങ്ങളെ പേര് മുഹമ്മദ് അലി. നിങ്ങളെ പേര് മുഹമ്മദ് അലി. നിങ്ങളെ പേര് റമീസ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? പറയും. നിങ്ങളെ പേര് മുഹമ്മദ് അലി, നിങ്ങളെ പേര് റമീസ്. നിങ്ങൾ ഒരു 10,000 ഉറുപ്പ്യന്റെ ഒരു കെട്ട് ഇയാളെ കൈ കൊടുത്തു, റമീസിന്റെ കൈ കൊടുത്തു. അങ്ങനെ റമീസ് അവിടെ നിന്ന് എണീറ്റ് അതെനിക്ക് തന്നു.
റമീസ് ഇങ്ങോട്ട് വാ. എനിക്ക് ഒന്നും കട്ടടിച്ച് പിടിക്കണ്ട. നിങ്ങൾ ഒരു കയ്യിൽ 10,000 ഉറുപ്പ്യ ഉണ്ട്, നിങ്ങളാണ് കൊടുത്ത്, നിങ്ങൾ കൊടുത്തു. ആരതല്ല ഇവൻ്റെ അല്ല. നിങ്ങളുടെ പരിസരത്തുണ്ട്. കണ്ണൊന്ന് തുറന്നാൽ കള കാണാം. കണ്ണ് തുറന്നാൽ നിങ്ങൾ കൊടുക്കണവും കാണാം. കണ്ണ് തുറന്നിട്ട് നീ കാണൂല. കണ്ണ് തുറന്നോന് നിങ്ങളെയും കാണാം, നിങ്ങൾ ഇവന് കൊടുക്കണവും കാണാം. അങ്ങനെ ഇപ്പം ഇവിടെ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? എനിക്ക് ആ 10,000 എടുത്ത് കൂടെ ഞാൻ മഹാനാണ്. അല്ലടാ ചെങ്ങ ഈ കാട്ടിക്കൂടനൊക്കെ പിടിച്ചു നാറ്റാണ് നിങ്ങളെ നാച്ചണ്ട്. ഇവനാ 10,000 ഉറുപ്പ്യ കൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് മെല്ലെ അടക്കാണെങ്കിൽ നടക്കടാ എന്ന് നമ്മൾ പറയണം. എത്രയും പെട്ടെന്ന് നിന്റെ കയ്യിൽ എത്തലാണ് ആവശ്യം. നടക്കട. ഇങ്ങനെ എന്താ അങ്ങനെ പപ്പടം പൊരിക്കണേന് മുമ്പുള്ള പപ്പടം നടക്കുമ്പോഴാണ് ഇവനോട് ചൂടാകാനോ? കാരണം ഇവന്റെ 10ന്റെ പൈസത്തിൽ ഇല്ല. ഈ 10,000 എന്റെ കയ്യിലേക്ക് വരുന്നോട് കൂടെ ഞാൻ അങ്ങോട്ടല്ലേ ചാടണ്ട്, ഓനല്ലേ ഉത്തണ്ട്. നിങ്ങളെ കുറച്ച് ചീത്ത മുതലാളി നിങ്ങൾക്ക് 10,000 ഓനാരട പോത്തിന്റെ ബുദ്ധി ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ഭയന്നറിയുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പോത്തിന്റെ ബുദ്ധി എന്ന് പറയാൻ പാടില്ല. പോത്തുകൾ മേശറിന്ന് നമ്മളെ പറയും. കാരണം പോത്തുകൾ ഇങ്ങനെ മോശമല്ല, ബലഹും അതല്ലാണ്. അപ്പൊ പോത്തിനേക്കാൾ മോശമാണ്. സത്യാണോ അല്ലേ? പറയും സത്യമാണോ അല്ലേ? ഒരിക്കലും നീ പ്രശംസിക്കരുത് അഹദൻ, ഒരാളെയും. അലാ ഫളില്ല, അള്ളാഹു അയാൾക്കൊരു ഫള് കൊടുത്തു എന്നതിൻ്റെ പേര് നീ ആരെ പ്രശംസിക്ക്? അള്ളാഹ്. ഇയാൾ പോയി അടുത്ത ആൾക്ക് അള്ളാഹു കൊടുക്കും. ഇയാൾ പോയി ഇന്ത്യ കണ്ട വലിയൊരു മുതലാളിയായിരുന്നു, കിങ് ഫിഷറിന്റെ മുതലാളി. ഇപ്പൊ എവിടെയാള്? എവിടെ? കടം കൊണ്ട് കുടുങ്ങിയിട്ട് നാട് വിട്ടു. എവിടെയാണ്? കൊടുത്തോൻ ഇപ്പോഴും ബാക്കിയുണ്ട്. ആര്? മുമ്പൊരു മുതലാളി സക്കാത്ത് കൊടുക്കുന്ന നേരത്ത് സാധുക്കളോട് പറയൽ പതിവായിരുന്നു. എന്ത്? അടുത്ത കൊല്ലം ഇതിനേക്കാൾ തരങ്ങൾ ദ്വാരക്കണേ. അപ്പൊ കൊടുത്ത് പിന്നെ വേറൊരു വിളവനാണ് പിന്നെ വരുന്നത്. ഓനോട് ഇത് പറഞ്ഞു കാക്ക, ഞങ്ങൾ ആ ജാതി ദ്വാരം നടത്താത്തോണ്ടല്ലേ ഇങ്ങോട്ട് എത്തി. നിങ്ങൾക്ക് ഇതിനേക്കാൾ തരാൻ വേണ്ടി ദ്വാരക്കണം. എന്തിനാ? ഞങ്ങൾക്ക് തന്നെ ഉണ്ടാകും ദ്വാരന്ന പോലെ. അടുത്ത കൊല്ലവും ഇതിനേക്കാൾ തെണ്ടി വരാൻ വേണ്ടി ദ്വാരക്കാനെന്നാ പറഞ്ഞത്. അയാൾക്കിത് കൊടുക്കാൻ തോഫീക്ക് ഉണ്ടാകണമെങ്കിൽ ഇവനത് വാങ്ങാൻ തോഫീക്കെന്ന് പറയണ്ട, അതിന് തോഫീക്കെന്ന് പറയില്ല. അപ്പം ഈ ഇപ്പം പറഞ്ഞു, എന്ത്? എൻ്റെ കാക്ക നിങ്ങൾക്ക് തീരാൻ എന്തല്ലാതായിരുന്നു. ഞങ്ങൾ എന്തിനാ നിങ്ങൾക്ക് തരാൻ വേണ്ടി തോഫീക്കുണ്ടാകുന്ന ദ്വാരക്കണം, ഞങ്ങൾക്ക് ഇത് വരാതൊക്കാൻ തോഫീക്കുണ്ടാകുന്ന പറഞ്ഞാൽ കൂടെ അതല്ല വേണ്ടത്. മനസ്സിലായില്ലേ? നമ്മളെ കഥ നമ്മളെ കഥ. അള്ളാഹു കൊടുത്ത ഫളിന്റെ മേൽ ഒരാളെയും നീ പ്രശംസിക്കരുത്. ഒരു വാക്ക് പറയാം, നന്നായിട്ടുണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രശംസ ആർക്ക്? അല്ലാഹ്. പരം വിധിച്ചും മാവിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ടേ നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. ഖബറെന്ന ഭയങ്കര വീട്ടിലെ. എല്ലാവരും പോവല്ലേ? എല്ലാവരും ആരൊക്കെയായിരുന്നു? ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട ഏറ്റവും വലിയ വാഴ് പെരുമുഖത്തെ MK കോയ മുസ്ലിയാരാണ്.
വല്ലാത്തൊരു വയലായിരുന്നു. ആ വയല് കേട്ടവർക്കൊക്കെ ഈമാൻ ത്രസിക്കും. അങ്ങനെയാണ്. പക്ഷെ ഇവിടെ പോയില്ലേ, കഴിഞ്ഞില്ലേ. അപ്പൊ ഒന്നോ അടുത്ത ആൾക്ക് കൊടുക്കും അധികാരം. ഇങ്ങനെ ചിന്തിക്ക് ഒക്കെ അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. അപ്പൊ രണ്ട്, ഈ ഹദീസ് തീർന്നിട്ടില്ല, അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയും. ഈ ഹദീസ് തീർന്നിട്ടില്ല, ഇത് വളരെ ആഴമുള്ള ഒരു ഹദീസാണ്, കഴിഞ്ഞിട്ടില്ല. ഹദീസ് തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഇതുമ്പോൾ കുറച്ച് വർത്തമാനം പറയാനുണ്ട്. ഞാൻ ഇങ്ങനെ പറയണം, എന്തറിയോ, ഈ രണ്ട് പണിയും ഇന്ന് നമ്മളെ നാട്ടിൽ വ്യാപകമാണ്. നിസ്കരിക്കുകയും ചെയ്യും, ഈ രണ്ട് പണിയെടുക്കും. പിന്നെന്ത് ഈമാന? നിസ്കരിക്കും, 1000 സ്വലാത്തിലും 1000 ദിക്റിലും 313 ഫാത്തിയോടും ഫാത്തിയയിലെ 2ാമത്തെ ആയത്തിനെ മറക്കും. 313 ഫാത്തിയോദണ്ട, ഇതൊന്നും ആരുതല്ല. അള്ളാന്റെ ചിന്തിച്ചാൽ തന്നെ എന്റെ ദോഷമുള്ളത് വൃത്തിരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നീ 313 വട്ടം ഫാത്തിഹ ഓതുമ്പോൾ ഈ പറയും. എന്നിട്ട് ഏതെങ്കിലും മുനാലിനെ കാണുമ്പോൾ ഈ മണ്ടം വെച്ചൊറിഞ്ഞിട്ട് ഇങ്ങനെ കന്നിമാസത്തിലെ പട്ടികൾ നായ്ക്കളെ മുന്നിൽ വാലുകൊണ്ട് ചുഴറ്റും പോലെ നിന്ന് ചുഴറ്റും. അതൊന്നും എൻ്റെ പാട്ടിലല്ല. 313 ഫാത്തിഹ ഓതൽ വാജിബുണ്ടോ? അല്ല പറയും, തീരുമാനിച്ചോ? 313 ഫാത്തിഹ ദിവസം ഓതൽ വാജിബുണ്ടോ? 17 ഫാത്തിഹ നിസ്കാരത്തിൽ ഓതൽ വാജിബാണ്, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? മസ്ബൂക്കായി കിട്ടിയാൽ എന്താണെങ്കിലും ഒരു 4 ഫാത്തിഹ കുറഞ്ഞിട്ടും ചെയ്യും, 5 ഫാത്തിഹ കുറഞ്ഞിട്ടും. എന്തേ അങ്ങനെ തന്നെയല്ലേ? 5 വക്തിൽ മസ്ബൂക്കായാൽ അതിന് 5 ഫാത്തിഹ കുറഞ്ഞു കിട്ടും. ഇപ്പൊ എത്ര ഫാത്തിഹ ഓതിയാൽ മതി? 12 ഫാത്തിഹ. എന്നെ ഒപ്പുണ്ടാവില്ല. 12 ഫാത്തിഹ. 5 ഫാത്തിഹയിൽ റുക്കൂയിൽ തുടർന്നു, 5 നിസ്കാരത്തിൽ. അപ്പൊ 5 ഫാത്തിഹ കുറഞ്ഞു. അത്ര എന്തുള്ളൂ, നിർബന്ധമുള്ളൂ. ഇതെന്തിനാടാ ചങ്ങായി വെറുതെ അണ്ണാക്കിൽ വെള്ളം വച്ചിക്കണം? ഫാത്തിഹയിൽ പറഞ്ഞ ആയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. റഹ്മാനും റഹീമും ഈ മനുഷ്യനല്ല. ആരാണ്? അത് അള്ളാഹുവാണ്. സർവസ്തുതിയും അള്ളാഹ്ക്കാണ്. ഇവനൊരു ചുക്കൂല്ല, ഇവനൊന്നുമില്ല. ഇവനല്ലെങ്കിൽ അടുത്തൊരാൾ നമുക്ക് തരേണ്ടത് നിശ്ചയിച്ചു തരും. മനസ്സിലായില്ലേ? ഈ 2 കാര്യം മറക്കരുത്. നേരം വെളുക്കുന്നവരെ തഹജ്ജുദ് വാജിബില്ല. ഒരു റക്അത്ത് തഹജ്ജുദ് വാജിബില്ല. സ്വഹാബികളിൽ തന്നെ തഹജ്ജുദ് നിസ്കരിക്കണവരുണ്ട്, നിസ്കരിക്കാത്ത അവർക്ക് പണിയാണ്, നിസ്കരിക്കാൻ അവർക്ക് കഴിയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം, ചിന്തിക്ക്. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിസ്കരിക്കൂല. എന്തുകൊണ്ട്? നേരം വൈകിയ ഉറങ്ങുക, ഇൽമിൽ പണിയെടുക്കും, എണീക്കും. ചിലര് ഇൽമ് കാരണം ഉറങ്ങൂല, അപ്പൊ തഹജ്ജുദ് കഴിയില്ല. ഹംബലി ഇമാമിന്റെ വീട്ടിൽ ഷാഫി ഇമാം വാർത്തിട്ട് തഹജ്ജുദ് നിസ്കരിച്ചില്ല. ഹംബലി ഇമാമിന്റെ വീട്ടിൽ ഷാഫി ഇമാം വാർത്തു, തഹജ്ജുദ് നിസ്കരിച്ചില്ല. എന്തേ കാരണം? ഉറങ്ങിയില്ല, ഇൽമിൽ പണിയെടുത്തു. മനസ്സിലായില്ലേ? നല്ലതല്ലേ? ഈമാൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈമാനില്ലെങ്കിൽ എന്ത്? വായ തുറന്നാല് സുന്നത്തായ സുന്നത്തൊക്കെ നിസ്കരിക്കും. വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും തുപ്പി നടക്കും. എന്നിട്ട് നാട്ടുകാർ അല്പത്തരം നോമ്പ് നിർത്തിയ പരമാവധി അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞു കിട്ടും. വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് വെൽക്കും. ബൽപ്പത്തിന് ആരിത് പറയും? നാട്ടിലെ മൊലാളിന്റെ. രാത്രി ഉണ്ണുകയും രാവിലെ വിസർജിക്കുകയും വിസർജിച്ചിട്ടില്ലെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് വരെ മൂക്ക് കൊത്തേണ്ടി വരും. മൂപ്പര് രാവിലെ വിസർജിച്ചിട്ടില്ലെങ്കിൽ ഇവന്റെ വൽപ്പത്തിനെ പറഞ്ഞു നടക്കും. അയ്യുല്ലായ മുത്തായ റബ്ബിനെ പറ്റി പറയില്ല, റബ്ബിനെ പറ്റി ചിന്തിക്കൂല. 313 ഫാത്തിഹോരും 313 വട്ടം കടന്നുപോയി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു വട്ടം ആരെ ഓർക്കൂല? അല്ലാഹ്. അവന്റേതാണ്, എന്റേതാണ്, ഞാന്. മനസ്സിലായില്ലേ? ചിന്തിക്കാൻ ഒക്കെ ചിന്തിക്കുക. മനസ്സിലാവില്ലേ? പറഞ്ഞു 2 കാര്യം പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിനെ കോപിപ്പിച്ചിട്ട് ഒരാളെയും തൃപ്തിപ്പെടുത്തരുത്. പെണ്ണുങ്ങൾ, കുട്ടികൾ പോയി പണിയൊക്കെ വളരെ ചിന്തിക്കണം. ചിന്തിക്ക്. 2, അള്ളാഹു കൊടുത്ത ഫളിന്റെ മേൽ ഒരാളെയും നീ പ്രശംസിക്കരുത്. ആരെ പ്രശംസിക്കാം? അല്ലാഹ്. ഒരു പ്രോത്സാഹനം കൊടുക്കാം, അത്ര തന്നെ. അതൊക്കെ പറ്റും. ഒരു പ്രോത്സാഹനം കൊടുക്കുക.
പ്രശംസ ചൊരിയുന്നത് കണ്ടാൽ അവന്റെ മുഖത്തേക്ക് മണ്ണെടുത്തെറിയണമെന്ന് മുഹമ്മദ് മുസ്തഫ. നിർത്തട തോന്നിയാസം പറയുന്നത്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അള്ളാഹു റസൂൽ ദേഷ്യപ്പെട്ടൊരു രംഗതാണ്. ആരെയെങ്കിലും ദുനിയാവിന്റെ പേരിൽ പ്രശംസ ചൊരിയുന്നത് കണ്ടാൽ അവന്റെ മുഖത്തേക്ക് നിങ്ങൾ മണ്ണ് കോരി എറിയും. നിർത്തണം തോന്നിയാസം. കുറെ നേരമല്ലേ പറയുന്നത്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ബാക്കി അടുത്ത ക്ലാസ് പറയും. രണ്ട് കാര്യം മറക്കരുത്. എന്ത് രണ്ട് കാര്യം? ഒന്ന്, ലാ തുർദിയന്ന അഹദൻ, ഒരാളെ നീ തൃപ്തിപ്പെടുത്തരുത്. ബിസ്വാത്തില്ല, അള്ളാഹുവിനെ കോപിപ്പിച്ചിട്ട്. വലാ തഹ്മദന്ന അഹദൻ, ഒരാളെയും നീ പ്രശംസിക്കരുത്. അലാ ഫളില്ല, അള്ളാഹു അയാൾക്കൊരു ഫള് കൊടുത്തു എന്ന കാരണത്താൽ. മനസ്സിലാവുണ്ട് പറ. അത്ര അതിൻ്റെ അപ്പുറത്ത് പോകരുത്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അങ്ങനെ പോയാലോ ഈമാൻ നഷ്ടപ്പെടും. ഈമാൻ തന്നെ. ഇന്നലെ രാത്രി ഒരാൾ എന്നോട് ചോദിച്ചു, സിഹറിനെ ചികിത്സിക്കാൻ പറ്റിയ ഒരു വൈദ്യരെ ഒരു ചികിത്സാരിയെ പറഞ്ഞു തരുമോ? അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ ഞാനത് പറയുകയും ചെയ്തു. പേര് പറഞ്ഞില്ല. പ്രസംഗത്തിന് കയറാൻ ചെന്നപ്പോൾ ഒരാൾ ആരോ ഇയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സിഹറൊക്കെ ചികിത്സിക്കാൻ പറ്റിയ ആൾ മൂപ്പർക്കറിയും എന്ന്. അപ്പോൾ അയാൾ മെല്ലെ എന്നോട് ചോദിച്ചു, ഉസ്താദേ, സിഹറിനെ ചികിത്സിക്കാൻ പറ്റിയ ഒരാളങ്ങൾ പറഞ്ഞേരി. അപ്പം ഞാൻ അയാളോട് പറഞ്ഞുതരാം, നല്ല ചികിത്സാരിയെ പറഞ്ഞു. അതാരണ്യ? അത് നിങ്ങൾ തന്നെയാ. 10 പൈസയുടെ ചെലവുമില്ല. നിങ്ങൾ അള്ളാഹുവിലും, നിങ്ങളും ഞാനും അള്ളാഹുവിലാണ് വിശ്വസിച്ചാൽ സിഹർ അട്ടിമറിഞ്ഞ് പാണി നോക്കി പോകും. അള്ളൊരു നോട്ടം നോക്കിയാൽ മതി. പിന്നെന്ത് ചെയ്താൻ? മനസ്സിലായില്ലേ? ചിന്തിക്ക്. എത്രയോ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയ ഹദീസ് ഞാൻ പറയാം. മൻ തലാ ആയത്തുൽ കുർസി ഫീ ബൈതിഹി ഫലം യത്ലുഹു ഫലം യഖ്റബുഹു ശൈത്താനുൻ വലാ ശൈത്താനത്തുൻ 30 യൗമൻ. ഒരാൾ ഒരായത്തുൽ കുർസി അവന്റെ വീട്ടിൽ വെച്ച് ഒരു വട്ടം ഓടിയാൽ 30 ദിവസം ഒരു ശൈത്താനിയായ ആണിനോ പെണ്ണിനോ അപ്പൊരിക്ക് ഇറങ്ങാൻ കഴിയില്ല. അപ്പൊ 29 ദിവസം ലാഭ തിരിഞ്ഞില്ല. അപ്പൊ ഇവന് റിക്കാർഡിൽ എടുത്തു കൊടുക്കുക. എന്നും ഓതുന്നുണ്ടല്ലോ ഒരു 25 മേപ്പെടുത്ത് വെക്കുക. കാരണം ഇന്നത്തെ ശൈത്താനല്ല, 29 ദിവസത്തെ ശൈത്താനെയും കൂടി ഒഴിവാക്കി. പിറ്റേന്ന് പിന്നെ ഓതിയില്ലേ? അന്നും 29 എടുത്തേക്കാം. അള്ളാഹിന്റെ അടുത്ത് പോയി ചോദിക്കുമ്പോ കുറെ 29 ഉണ്ടല്ലോ, എവിടെ? നമ്മൾ 30 ആയത്തുൽ കുർസി ഓതിയാൽ ശൈത്താനാണ് ചിരിക്കും. നമുക്ക് ഞാൻ എൻ്റെ പേരിൽ നിന്ന് പോകുക. നമുക്ക് ആൺകുട്ടികൾ ഓതുന്നതാ. അന്നെ പോലത്തെ ഉണ്ണിമാന്മാരല്ല. ജിന്നെ പോലത്തെ തൃപ്തിപ്പെടുത്താൻ നടക്കണവനല്ലേ ഈ ഉണ്ണിമാനാണ്. ഈ 313 ആയത്തുൽ കുർസി ഓതിയിട്ടും കാര്യമല്ല, എഴുത്താൻ പോവില്ല. ശൈത്താൻ ഒന്നും കൂടി റാഹത്തിലിരിക്കും. എൻ്റെ ആയത്തുൽ കുർസി ഓതാൻ മുഅ്മിനീങ്ങളായ സ്വഹാബികളോടാ പറഞ്ഞ് ജയിൻ്റെ അവിടേക്കാണ് കയറണം. മാ അന അലൈഹി വസ്വഹാബി, അവിടേക്ക് കയറണം. എന്നാ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമുക്ക് വചനങ്ങളുണ്ട്, എന്തില്ല? ഈമാനില്ല. അതാണ് നമ്മുടെ പ്രശ്നം. വചനമുണ്ട്, ഈമാനില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഒരുപാട് സ്ഥലത്ത് ഹദീസുണ്ട്. ഒരു വട്ടം ഓടിയാൽ 30 ദിവസം 30 ദിവസം ഒരു പിശാചായാണോ പെണ്ണോ ആ വഴിക്ക് വരികയേ ഇല്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. പക്ഷെ ഇത് ആരാവിടെ റസൂൽ പറയണേ? وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. وكذلك جعلناكم أمة وسطا مധ്യ സമുദായം അസ്ഹാബു നബിയിൽ മുസ്തഫ. സ്വഹാബികളോട് പറഞ്ഞു അവരെ ഈമാൻ ഉണ്ടായാൽ മതി, ഒരായത്തുൽ കുർസി മതി. മനസ്സിലായോ? ചിന്തിക്കണം. ഒരായത്തുൽ കുർസി മതി. എന്ത് വേണം? വായ്ത്താരി ഉണ്ടായപ്പോഴേ എന്ത് വേണം? ഈമാൻ വേണം. നമുക്ക് വായ്ത്താരി ഉണ്ട്, എന്തില്ല?
ഈമാനില്ല. ഈമാൻ ഉണ്ടെങ്കിൽ ഒരാളും എവിടേക്കും പായണ്ട. എന്തിനു വെറുതെ ചികിത്സയായിരിക്കും പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത്? ഈമാൻ ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി എന്ത് പോകും? സീർവാത്തിലാവും. ഒരിക്കലും ഉണ്ടാക്കൂല. എന്ത് ചെയ്ത്താൻ, എന്ത് ചെയ്ത്താൻ, എവിടുത്തെ ചെയ്ത്താൻ? ചിന്തിക്കണം, ചിന്തിക്കും. പിന്നെ നിർവീര്യനാവും. ഓനവിടെ കിടന്നോട്ടെ ചെയ്ത്താൻ, നിർവീര്യനാവും. എൻ്റെ വാപ്പ പറയും, അട്ടനെ കണ്ട വേഗം ഉപ്പിട്ട് കൊടുത്താൽ മതി, അതോടുകൂടെ അട്ട പോകുന്നില്ല, അവൻ്റെ വീര്യം കഴിഞ്ഞു. പഴയ കാലത്ത് ഞങ്ങൾ കർഷകരാ, പാടത്ത് പണിയെടുക്കുമ്പോൾ അട്ടുണ്ടാവും. അപ്പം എന്ത് ചെയ്യുന്നറിയാം? മടിശീലയിൽ ഉപ്പ് കിട്ടും. അട്ടണ് കയറുമ്പോൾ ഒരു ഉപ്പിട്ട്, ഒരു ലേശം ഉപ്പ്, പൊടിച്ച ഉപ്പ് മേലെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മുപ്പര കഥ കഴിഞ്ഞ് അനങ്ങൂല, പിന്നൊന്നും ചെയ്യാൻ അട്ട കഴിയില്ല. അട്ടാന്ന് കേട്ടിട്ടില്ലേ മനുഷ്യന്മാരെ? പണ്ടത്തെ കാലത്ത് പാടത്ത് പണിയെടുക്കുമ്പോൾ അട്ടനെ കളയാൻ വേണ്ടി, അട്ടനെ നിർവീര്യമാക്കാൻ വേണ്ടി എൻ്റെ ബാപ്പ എന്നോട് രാവിലെ ഉപ്പാൻ്റെ ഒപ്പം പണിക്കുമ്പോൾ മടിയിൽ ഉപ്പ് കെട്ടാൻ പറയും. ഞാനും ബാപ്പയൊക്കെ ഉപ്പ് കെട്ടി ഞങ്ങളുടെ പാടത്ത് അങ്ങനെ കുറേ പണിയെടുത്തിട്ടുണ്ട്. റബ്ബ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിൻ്റെ മേൽ അതിലുപകാരപ്പെട്ട് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അട്ട അതോടുകൂടല്ലോ നേരെ അമേരിക്കയ്ക്ക് പായൊന്നുമില്ല. അട്ട അവിടെ കിടന്നോട്ടെ എങ്ങായി. ഓന് പിന്നെ ഒരു പണിയെടുക്കാൻ കഴിയൂല. പിന്നെ വേറൊരു അട്ട വരികയാണെങ്കിൽ ഓന് മനസ്സിലാക്കാലോ, ഇന്നലെ വന്ന അട്ടന്നെ ഡെഡ് ബോഡിയായി കിടക്കുന്നുണ്ട്, അപ്പം ഞാൻ വേറൊരാൾ നോക്കലെന്നല്ലേ. കുറേ ശൈത്താന്മാരെ ഡെഡ് ബോഡി നമ്മളവിടെ ഉണ്ടായാലും കുഴപ്പമില്ല. പിന്നെ ആ ശൈത്താൻ വൈക്ക് വരില്ല. അവിടെ വേറെ രീഫിനിത്താണ് അയാളേക്ക് പോയാൽ നമ്മളെ ജീവൻ കിട്ടൂല, ബൈക്ക് കൊണ്ട്. മനസ്സിലായോ? ചിന്തിക്കുക. ആരാകണം? മുഅ്മിനാകണം. അവ രണ്ട്. ഞാൻ ബാക്കി നാളെ പറയും. ഒന്ന് لا ترضين أحدا بسخط الله ولا تحمدن أحدا على فضل الله. ഇമാം ബൈഹഖി തന്റെ ശുആബിലും ഇമാം ത്വബറാനി തന്റെ മുഅ്ജമിലും രേഖപ്പെടുത്തിയ ഹദീസാണ് ഞാൻ ഈ വായിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെ ചേർത്തേരട്ടെ. ബാക്കി ഒരു അതുമായി ചേർത്ത ആയത്ത് അടുത്ത ക്ലാസ്സിൽ പറയും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കൽ വല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലൂ.